ഇവിടെ കണ്ണാടിക്കല്ലെ അർജുന്റെ വീട്ടിലേക്ക് ഷിരൂരിൽ ദുരന്തത്തിലാകപ്പെട്ട് ഇപ്പോഴും മണ്ണിനടിയിലുള്ള അർജുന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തുകയാണ്. കോഴിക്കോട് കണ്ണാടിക്കലുള്ള അർജുന്റെ വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി എത്തുന്നത്. കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കാനാണ് മുഖ്യമന്ത്രി എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ജൂൺ 16-നാണ് ഷിരൂരിലുണ്ടായ വലിയ മണ്ണിടിച്ചിൽ അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് അടക്കം അപകടപ്പെടുന്നത്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള തിരച്ചിലുകളൊക്കെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും ഒരു വ്യക്തതയില്ലാത്ത രീതിയിൽ അർജുൻ എവിടെയെന്ന് പോലും ഉത്തരം നൽകാത്ത രീതിയിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, കാർവാർ MLA സതീഷ് കൃഷ്ണ സൈൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു. പക്ഷേ ഇതുവരെയും ഈ നിമിഷം വരെയും കർണാടകയിൽ ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനമായും ഒരു കാരണമായി പറയുന്നത് ഗംഗാവലി പുഴയിലെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇത്രയും ദിവസവും ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അർജുനായുള്ള രക്ഷാദൗത്യം നിർത്തിവെച്ചത്. ഏകദേശം 2 ആഴ്ചയോളം രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും അർജുനെക്കുറിച്ചോ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിനെക്കുറിച്ചോ യാതൊരുവിധ സൂചനയും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ കരയിലാണ് അർജുൻ്റെ ട്രക്ക് ഉള്ളത് എന്ന് കരുതി കരയിൽ നടത്തിയ തിരച്ചിൽ വിഫലമാവുകയും പിന്നീട് ഗംഗാവലി പുഴയിൽ അർജുൻ്റെ ട്രക്ക് ഉള്ളതായി ഏകദേശം ഒരു സ്ഥിരീകരണവും സൂചനയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ശേഷം ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു അർജുനായുള്ള രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വന്നത്. ഗംഗാവലി പുഴയിലെ പ്രതികൂലമായ കാലാവസ്ഥ, ശക്തമായ അടിയൊഴുക്കുള്ള പുഴയാണ് ഗംഗാവലി പുഴ. ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് കൂറ്റൻ പാറകൾ ഇടിഞ്ഞു വീണ് ഗംഗാവലി പുഴയുടെ നടുവിൽ ഒരു വലിയ തുരുത്ത് രൂപത്തിൽ മണ്ണ് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മണ്ണിനടിയിലാകാം അർജുൻ അടങ്ങുന്ന ട്രക്ക് ഉള്ളത് എന്ന ഒരു അനുമാനത്തിലായിരുന്നു ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് രക്ഷാദൗത്യ പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചു വന്നത്. പക്ഷേ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കിനെ തുടർന്ന് ഗംഗാവലി പുഴയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പ്രതികൂല സാഹചര്യം വന്നു ചേരുകയും പൊടുന്നനെ കർണാടക സർക്കാർ രക്ഷാപ്രവർത്തന ദൗത്യം നിർത്തുകയും ചെയ്തിരുന്നു. അർജുൻ അടക്കം ഇനിയും 3 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനുണ്ട്. അർജുനടക്കം 3 പേരെയാണ് കാണാതായത്. നേരത്തെ തന്നെ ഈ അപകടത്തിൽ 7 പേരുടെ മരണം കർണാടക സർക്കാർ സ്ഥിരീകരിച്ചിരുന്നു. ഒപ്പം അർജുനടക്കം 3 പേരെ ഇനിയും കണ്ടു കിട്ടേണ്ടതുണ്ട് എന്ന കാര്യം കർണാടക സർക്കാർ തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇവർക്കായുള്ള തെരച്ചിലായിരുന്നു പുരോഗമിച്ചു വന്നത്. പക്ഷേ ഗംഗാവലി പുഴയിലെ പ്രതികൂല സാഹചര്യത്തിൻ്റെ ശക്തമായ അടിയൊഴുക്കിൻ്റെ സാഹചര്യത്തിൽ ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഗംഗാവലി പുഴ. കുറേ ദിവസങ്ങളായുള്ള മഴയെ തുടർന്ന്, മണ്ണിടിച്ചിലിനെ തുടർന്ന് കലങ്ങി മറിഞ്ഞ് മുന്നോട്ട് ഒരു ഇഞ്ച് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഗംഗാവലി പുഴ. ഉടുപ്പിയിലെ മത്സ്യബന്ധന തൊഴിലാളികളായ പ്രത്യേക വിദഗ്ധ സംഘം, മുങ്ങൽ വിദഗ്ധരായ മത്സ്യബന്ധന തൊഴിലാളികൾ, ഈശ്വർ മാൽപ്പയുടെ അടക്കം നേതൃത്വത്തിൽ വിദഗ്ധ സംഘം അവിടെ എത്തി അർജുനായി പുഴയിലേക്ക് ഇറങ്ങി പുഴയിൽ മുങ്ങിത്താഴ്ന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈശ്വർ മാൽപ്പയുടെ സംഘത്തിന് യാതൊരുവിധ സൂചനയും പുഴയിൽ നിന്ന് ലഭ്യമായില്ല. ഈ പ്രതികൂല സാഹചര്യം തന്നെയായിരുന്നു അന്ന് വെല്ലുവിളിയായി വന്നത്. കാരണം തൊട്ടു നോക്കി സാഹചര്യം മനസ്സിലാക്കാൻ മാത്രം പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് ഗംഗാവലി പുഴയിലെ സീറോ വിസിബിലിറ്റി ആയിരുന്നു അന്ന് ഗംഗാവലി പുഴയിൽ ഉണ്ടായിരുന്നത്. തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുവിനെ പോലും കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ കലങ്ങി മറിഞ്ഞു നിൽക്കുകയായിരുന്നു ഗംഗാവലി പുഴ. ഇതിനെ തുടർന്നാണ് പ്രത്യേക വിദഗ്ധ സംഘത്തെയൊക്കെ അടക്കം കർണാടക സർക്കാർ മലയാള മാധ്യമങ്ങളുടെ ഇടപെടലിനെ തുടർന്ന്, നമുക്കറിയാം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വളരെ നിഷ്ക്രിയമായിരുന്നു കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ തിരച്ചിൽ. ശേഷം മലയാള മാധ്യമങ്ങളുടെ ഒക്കെ ഇടപെടലിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് കർണാടക സർക്കാർ എത്തുന്നത്. മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കൈരളിയുടെ പ്രത്യേക വാർത്താ സംഘവും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടിൽ നിന്ന് മേഘാമാധവൻ കൂടി ചേരുന്നു. മേഘ, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി അർജുൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോഴും ഇന്ന് കർണാടകയിൽ ഷിരൂരിൽ അർജുനായുള്ള രക്ഷാപ്രവർത്തനം തുടരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ നിമിഷം ഇപ്പോഴും അർജുനായുള്ള രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അർജുൻ എവിടെയെന്ന ഉത്തരം നമുക്ക് ലഭിച്ചേ പറ്റൂ. മുഖ്യമന്ത്രി വീട്ടുകാരെ സമാശ്വസിപ്പിക്കുകയാണോ? ഇപ്പോൾ മുഖ്യമന്ത്രി ബന്ധുക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ വീട്ടിൽ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി എത്തിയത്. വലിയ തരത്തിലുള്ള രക്ഷാദൗത്യം
നമുക്കറിയാം കേരള സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് വലിയ തരത്തിലുള്ള രക്ഷാദൗത്യം ഈ ഷിരൂരിൽ നടക്കുന്നത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് കർണാടക സർക്കാർ പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഏതായാലും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോഴും ആ കുടുംബം. വലിയ വേദനയിൽ തന്നെ കഴിയുകയാണ് ആ കുടുംബം. ഇപ്പോഴും രക്ഷാദൗത്യം ഒരു തരത്തിലും നടക്കുന്നില്ല എന്ന പരാതിയാണ് ബന്ധുക്കൾ പറയുന്നത്. ആ പരാതിക്കിടെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വേദന നിൽക്കുകയാണ് കുടുംബം. അവിടേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ നിന്ന് ഈ ബന്ധുക്കളെ കണ്ട് ഭാര്യ, മാതാവ്, പിതാവ് എല്ലാവരോടും സംസാരിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം 10 മിനിറ്റോളം മുഖ്യമന്ത്രി ഇവിടെ ചെയ്തു. വലിയ വേദനയിൽ നിൽക്കുന്ന ഒരു വീടാണ്. അർജുനെ ആയുള്ള കാത്തിരിപ്പ്. ഇപ്പോഴും അർജുൻ ജീവനോടെ ഉണ്ടോ, അർജുന് എന്തെങ്കിലും സംഭവിച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും ഒരു വിവരവും അർജുനെ കുറിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വലിയ ആഘാതം കേരള സർക്കാരിന്റെ ഭാഗത്തുള്ള ഇടപെടലിന് പിന്നാലെയാണ് ഉണ്ടാകുന്നത്. അതൊക്കെ ഒരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരിന് കത്തയച്ചതിന് പിന്നാലെയാണ്. ഏതായാലും അർജുനായുള്ള കാത്തിരിപ്പിൽ ആ കുടുംബം വേദനയിൽ കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ എത്തിയതിന് പിന്നാലെയാണ് അർജുന്റെ വീട്ടിലെത്താനുള്ള തീരുമാനമെടുത്തത്. ഏതായാലും മുഖ്യമന്ത്രി ഇവിടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഷിരൂർ ദുരന്തത്തിലകപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുന്റെ കണ്ണാടിക്കലുള്ള വീട് സന്ദർശിച്ചു മടങ്ങുകയായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ.